മുഹമ്മദ് റിയാസിന്റെ വീട്ടിലെ ഇഡി റെയ്ഡിൽ CPM ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെ 57 പേർക്കെതിരെ കേസ്. PM മുഹമ്മദ് റിയാസ് MLA കോട്ടുളിയിലെ വീട്ടിൽ ബുധനാഴ്ച ഇഡി നടത്തിയ തിരച്ചിലിനിടെ വീടിന് മുന്നിലെ പൊതുറോഡിൽ മുദ്രാവാക്യം വിളിച്ച് മാർഗതടസ്സം ഉണ്ടാക്കിയതിന് CPM ജില്ലാ സെക്രട്ടറി M മെഹബൂബ്, CPM സംസ്ഥാന സമിതി അംഗങ്ങളായ P മോഹനൻ, A പ്രദീപ് കുമാർ, DYFI സംസ്ഥാന പ്രസിഡന്റ് B വസീഫ് തുടങ്ങിയ 57 പേർക്കെതിരെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. ഡ്യൂട്ടിയിലുള്ള പോലീസുകാരുമായി ബലപ്രയോഗം നടത്തുകയും റോഡിൽ കുത്തിയിരുന്ന് ഗതാഗത തടസ്സം നടത്തിയതിനുമാണ് കേസ്. ഇഡി ഉദ്യോഗസ്ഥർ ആക്രമിക്കപ്പെട്ടത് ദേശീയ തലത്തിൽ വലിയ ചർച്ചയാവുകയും പോലീസിന് നാണക്കേടാവുകയും ചെയ്ത സാഹചര്യത്തിലായിരുന്നു നടപടി. ആലപ്പുഴ നഗരത്തിൽ പെറ്റുപെരുകി പെരുമ്പാമ്പുകൾ. കനാലുകളിൽ ഇറച്ചിമാലിന്യം വ്യാപകമായി തള്ളുന്നത് നഗരത്തിൽ പെരുമ്പാമ്പുകൾ പെരുകാൻ കാരണമാകുന്നു. കോടതിപ്പാലത്തിന് സമീപമുള്ള അമ്പലപ്പുഴ താലൂക്ക് ചെത്തുതൊഴിലാളി യൂണിയൻ ഓഫീസ് പരിസരത്ത് നിന്നും ബുധനാഴ്ചയും പെരുമ്പാമ്പിനെ പിടികൂടി. പകൽ 10:30 വനം വകുപ്പിന്റെ സർപ്പപ്രതിനിധി ജിബിനാണ് പാമ്പിനെ പിടികൂടിയത്. ഓഫീസിന് മുന്നിലെ വലയിൽ തലഭാഗം മുടക്കിയ നിലയിലായിരുന്നു പാമ്പ്. ചൊവ്വാഴ്ചയും ഇതേ സ്ഥലത്ത് നിന്ന് മറ്റൊരു പെരുമ്പാമ്പിനെ പിടികൂടിയിരുന്നു. ജനുവരിയിൽ 4 പാമ്പുകളെ ശവക്കോട്ടപ്പാലത്തിന് സമീപത്ത് നിന്നും കഴിഞ്ഞ ദിവസങ്ങളിൽ കളർകോട് ഭാഗത്തു നിന്നും സർപ്പപ്രതിനിധികൾ പിടികൂടിയിരുന്നു. ആലപ്പുഴ നഗരത്തിൽ ഇത്രയധികം പെരുമ്പാമ്പുകൾ പെരുകുന്നത് ഇതാദ്യമായാണെന്ന് അധികൃതരും നാട്ടുകാരും ചൂണ്ടിക്കാട്ടുന്നു. നീറ്റ് പരീക്ഷയിൽ ഇനിയും കളി നടക്കില്ല, കാവലായി പ്രതിരോധ സേന. ചോദ്യപേപ്പർ ചോർന്നതിനെ തുടർന്ന് രാജ്യവ്യാപകമായി റദ്ദാക്കിയ നീറ്റ് UG പരീക്ഷ വീണ്ടും നടത്തുമ്പോൾ കടുത്ത സുരക്ഷാ മുൻകരുതലുകളുമായി കേന്ദ്ര സർക്കാർ. വരാനിരിക്കുന്ന പുനഃപരീക്ഷയുടെ ചോദ്യപേപ്പർ വിതരണത്തിനായി രാജ്യത്തെ പ്രതിരോധ സേനയുടെ, പ്രത്യേകിച്ച് ഇന്ത്യൻ വായുസേനയുടെ സഹായം തേടാൻ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം തീരുമാനിച്ചു. കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ഒരു പ്രമുഖ വാർത്താ ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് ഈ നിർണായക വിവരം പുറത്തുവിട്ടത്. ആറാട്ടുപുഴയിലെ തങ്കമ്മ വധക്കേസിൽ പ്രതി കുറ്റം സമ്മതിച്ചു. താൻ ഒറ്റയ്ക്കാണ് ഈ ക്രൂരമായ കൊലപാതകം നടത്തിയതെന്നാണ് പ്രകാശൻ പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി. എന്നാൽ 80 വയസ്സുള്ള തങ്കമ്മയെ കൊലപ്പെടുത്തി കല്ലുകെട്ടി കായലിൽ താഴ്ത്താൻ ഒരാൾക്ക് മാത്രമായി കഴിയില്ലെന്നും കൃത്യത്തിൽ കൂടുതൽ പേർക്ക് പങ്കുണ്ടെന്നുമാണ് പോലീസിന്റെ ശക്തമായ സംശയം. ഇതിന്റെ അടിസ്ഥാനത്തിൽ മറ്റു ചിലരെ കൂടി പോലീസ് നിരീക്ഷിച്ചു വരികയാണ്. കൊലപാതകത്തിന് ശേഷം തെളിവ് നശിപ്പിക്കാനായി തങ്കമ്മയുടെ മൃതദേഹം വലിയ കല്ലിൽ കെട്ടി കായലിൽ താഴ്ത്താനാണ് പ്രതി ശ്രമിച്ചത്. ഇതിനായി മൃതദേഹം കല്ലുമായി ബന്ധിക്കാൻ ഉപയോഗിച്ച പ്രത്യേക തരം കയറാണ് പ്രതിയെ കുടുക്കാൻ പോലീസിന് പ്രധാന സൂചന നൽകിയത്. ഗ്രൂപ്പില്ലാതെയും കോൺഗ്രസിന് നേതാക്കന്മാരും MLA-മാരും മന്ത്രിമാരും ഉണ്ടാകാമെന്ന് VD സതീശൻ കാണിച്ചു തന്നുവെന്ന് MN കാരശ്ശേരി. അതിനുള്ള നന്ദി കോൺഗ്രസുകാരനല്ലാതെ തനിക്കുണ്ടെന്നും MN കാരശ്ശേരി പറഞ്ഞു. കോഴിക്കോട് മുഖ്യമന്ത്രി സതീശൻ ഒരുക്കിയ പൗരാവലിയുടെ സ്വീകരണ ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു കാരശ്ശേരി. വിദ്യാഭ്യാസ രംഗത്ത് ചില മാറ്റങ്ങൾ കൊണ്ടുവരണമെന്ന ആവശ്യവും കാരശ്ശേരി മുഖ്യമന്ത്രിക്ക് മുന്നിൽ വെച്ചു.